ഈ ഫാനൊന്നും ഓഫാക്കിയില്ലെങ്കിൽ ഈ ആട്ടം ഒന്ന് നിൽക്കുകയാണ്. ഡോ നീ ഇങ്ങനെ ആടിക്കളിച്ചോ? എന്തെല്ലാ വിശേഷോ? ഞാനിപ്പം പുതിയല്ലേ, അതെ അതെ. മറ്റവനങ്ങ് പോയില്ലേ 2025. ആഹാ. അതിനുശേഷം ഇപ്പൊ പുതുതായിട്ട് എന്നെ ഇവിടെ തൂക്കിയതാ. പിന്നെ ഇങ്ങോട്ട് കുറെ ആയോ? ആ ഞാനൊരു 5-8 കൊല്ലായി. നിങ്ങൾക്കല്ലേ പിന്നെ മാസത്തിലല്ലേ വർക്കുള്ളൂ, ബാക്കി ഫുൾ ടൈം കിടന്ന് ഉറങ്ങല്ലേ. എന്റെ സ്ഥിതി ഒന്നും പറയണ്ട, ദിവസം കിടന്ന് ഓടല്ലേ. ഡോ ഇങ്ങോട്ട്. പിന്നല്ലേ എന്റെ രാത്രി തെയ്യേ ഓട്ടത്തിന്റെ ഒച്ചയല്ലേ, അതിന് ലേശം ഒന്ന് കുറയ്ക്കണം. എന്താ അറിയോ, എന്റെ ഈ ടിക് ടിക് കൂർക്ക പരിയുണ്ട് ഒരു തുള്ളി ഇന്നലെ എനിക്ക് ഉറങ്ങാനായില്ല. ഇനിയിപ്പം വന്നിക്കല്ലേ ഉള്ളൂ, എനക്കങ്ങ് ശീലായിക്കോളൂ. അല്ലടോ, ഇന്നലെ എന്തേലും ഒരു 6:30 ഒരു കരച്ചിൽ കേട്ടിന്റെ? അതൊന്നും പറയണ്ട മോനെ, അത് ഇവിടുത്തെ ചങ്ങായി ഒരു സൂചി കൊണ്ടുവന്ന് കുത്തിയതാ. ഇത് ഇവന്മാരെ സ്ഥിരം പരിപാടിയാ. ഇവരിപ്പോ എന്നെ സൂചി കുത്താൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഞ്ഞൊന്ന് നോക്ക്, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 8 ആയി, എന്നിട്ട് എന്നെ ഒന്ന് മറച്ചിട്ടിക്കോ ഇല്ലാലോ. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാലുണ്ട് ഒരു വരുത്ത്. കാരണവന്മാര് വല്ല വീട്ടിൽ കൂടലോ പേരിടലോ പാല് കാച്ചലോ ഗന്ധം കൊണ്ടേ നോക്കാൻ, മലയാളം മാത്രം നോക്കാൻ, അന്നേരം തിരിച്ചിട്ടാലായി. ആ എന്റെ കാര്യം ഏറെക്കുറെ ഇങ്ങനെ തന്നെയാ. കുറച്ച് ദിവസം ഞാൻ കോമയിലായിരുന്നു. അതേനു ബാറ്ററി തീർന്നിട്ട് ആഹാ 2 ദിവസമായിട്ടുള്ള എന്റെ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട്. അതല്ലേ മുഖത്തൊരു ക്ഷീണം കാണുന്നത്. അത് പിന്നെ കഴിഞ്ഞ പെയിന്റ് അടിക്കുമ്പോ ഒന്ന് തുടച്ചതാ, പിന്നെ ഇതുവരെ തുടച്ചിക്കില്ല. അത് ശരി, ഒരു സൂക്കേട് കണ്ടോ ടായിക്കെല്ലാം കൂടി. ഇതെല്ലാം സഹിക്കാൻ മോനെ. ആ പല്ലിനെ കൊണ്ടോ ഒരു രക്ഷയില്ലാത്തത്. ഒരു 2 എണ്ണം വന്ന് കൂടിയതാ. ഇപ്പൊ ഉണ്ടല്ലോ ഒരു 10-15 എണ്ണം വന്നിട്ട് ഇക്കിളിയാക്കാൻ ഇക്കിളി. നിന്റെ അടുത്ത് സ്ഥലമില്ലാത്ത ഇതിനുള്ളിൽ വന്നിട്ട് ഇക്കിളിയാക്കും. നമ്മളെ രണ്ടാളെ സ്ഥിതി തന്നെയാ ഇപ്പൊ. ഓന്റെ കാലല്ലേ. എന്തെന്നാ 2 മണി പറയുന്നത്? ഞാനിവിടെ സ്ഥലത്തില്ലാത്ത അറിയാനുണ്ടല്ലോ. അല്ല ഇതേടി അതിന് കുറച്ച് ദിവസമായിട്ട് ഒന്ന് കറങ്ങി ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ. എന്താക്കാനാ, റിച്ച് ആയി പോയില്ലേ. അടുത്ത ജന്മത്തിലെങ്കിൽ നിന്നെ പോലെ ആയാൽ മതിയായിരുന്നു. പണ്ടത്തെ പോലെ നല്ലല്ലോ, എല്ലാ സൗകര്യങ്ങളും എൻ്റെ അടുത്തുണ്ടല്ലോ. എന്തിനാണ് പറയുന്നത്? കലണ്ടർ, ക്ലോക്ക്, വാച്ച്, കാൽക്കുലേറ്റർ, TV, മാപ്പ്, കണ്ടമാനം പൈസ. തിരക്ക് പിടിച്ചൊരു ജീവിതല്ലേ. എന്ത് സുഖ ജീവിത അല്ലേ. മൂപ്പറ ഭാര്യനെ മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടം ഇപ്പൊ എന്നോടാ. ഓ മാസത്തിൽ നല്ല സ്റ്റൈലിഷ് കവറുകൾ, നല്ല ഫ്രണ്ട് ഗ്ലാസ്, പോരാത്തതിന് ഇൻഷുറൻസ് വരെ ഉണ്ട്. ഇത്ര നേരം ബീബിൾക്ക് അവസ്ഥ എന്താണെന്നറിയോ? കൂട്ടിക്കൊണ്ടേ